ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടണൽ ഡയോഡിനെ കുറിച്ചാണ്. ടണൽ ഡയോഡിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്, അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്താണ്, ആപ്ലിക്കേഷൻസ് എന്താണ്, അത് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ടണൽ ഡയോഡ് ഇൻവെന്റ് ചെയ്തത് ലിയോ എസക്കി എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന പേരാണ് എസക്കി ഡയോഡ് എന്ന്. നമ്മൾ ഈ പഠിക്കുന്ന ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഈ ലിയോ എസക്കിക്ക് നോബൽ സമ്മാനം കിട്ടിയ ഇൻവെൻഷന്റെ ഭാഗമായി കണ്ടുപിടിച്ചതാണ് ഈ എസക്കി ഡയോഡ് അല്ലെങ്കിൽ ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇലക്ട്രോൺ ടണലിംഗ് എന്നൊരു കോൺസെപ്റ്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ യുവാർ ഗെയ്വറും അതുപോലെ ബ്രയൻ ഡേവിഡ് ജോസംസണും സോണി എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ടണൽ ഡയോഡ്, സോണി എന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ടണൽ ഡയോഡ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്? നമുക്ക് ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിന്ന് ഈ ടണൽ ഡയോഡിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്, എന്ത് ചേഞ്ച് ആണ് വരുന്നത്? സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ 1:10⁸ ആണ്. അതായത് 1 crore ജെർമേനിയം അല്ലെങ്കിൽ 1 crore സിലിക്കൺ ആറ്റം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം എന്തായിരിക്കും? ഇംപ്യൂരിറ്റി ആറ്റം. ഒന്നെങ്കിൽ ഡോണർ ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ അക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ആയിരിക്കും. അതായത് 1 crore ജെർമേനിയത്തിൽ അല്ലെങ്കിൽ സിലിക്കണിൽ ആറ്റംസിൽ ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ? ഈ ഇംപ്യൂരിറ്റി ആറ്റം കാണത്തുള്ളൂ. പക്ഷെ ടണൽ ഡയോഡിൽ അങ്ങനെയല്ല. 1000 ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇംപ്യൂരിറ്റി ആറ്റംസ് ആയിരിക്കും. എന്താണ് ഇംപ്യൂരിറ്റി കൂടുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം വരുന്നത്? ഇവിടെ എവിടെയാണ് ഇംപ്യൂരിറ്റി കൂടുതലുള്ളത്? ഇവിടെയാണ് ഇംപ്യൂരിറ്റി കൂടുതൽ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇവിടെയാണ് കൂടുതൽ, 1:10⁻³ കൂടുതൽ. അപ്പോൾ ഇംപ്യൂരിറ്റി ആറ്റംസ് അവിടെ കൂടുന്നു, 1000-1 മാറി. മറ്റേത് 1 crore 1 ആയിരുന്നെങ്കിൽ ഇത് 1000-1 മാറി. അപ്പൊ 1000-1 എന്ന് പറയുമ്പോൾ 2000 വരുമ്പോൾ 2 അങ്ങനെ 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 കൂടി വരും അല്ലെ. അപ്പൊ ഈ ഡോപ്പിംഗ് ഇംപ്യൂരിറ്റി കൂടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ പി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോൾസിന്റെ എണ്ണം കൂടും, എൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ദാറ്റ് മീൻസ് കാരിയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? അവിടെ വർദ്ധിക്കുന്നു. ഇംപ്യൂരിറ്റി ആറ്റംസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഫ്രീ ചാർജസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസിന്റെ എണ്ണം അവിടെ കൂടുന്നു. ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയും. നോർമൽ പി എൻ ജംഗ്ഷനിൽ 1 micrometer ആയിരുന്നുവെങ്കിൽ ടണൽ ഡയോഡിൽ എത്തുമ്പോൾ എന്താണ്? അത് 10 nanometer മാത്രമേ ഉള്ളൂ. അതായത് മൈക്രോ റേഞ്ചിൽ നിന്ന് നാനോ റേഞ്ചിലേക്ക് പോയി. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതായത് ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ ബാരിയർ ആണ് ഈ ചാർജ് കാരിയേഴ്സിനെ ജംഗ്ഷൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്നതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും നാനോമീറ്റർ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചാർജ് കാരിയേഴ്സ് എന്താ ചെയ്യുന്നേ? അവര് ലൈറ്റിന്റെ സ്പീഡില് ഈ ജംഗ്ഷൻ വഴി പെനട്രേറ്റ് ചെയ്ത് പോകും. അതാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിന്റെ ടണലിംഗ് എന്ന് പറയുന്നത്. അത് എവിടെ നടക്കില്ല? നോർമൽ പി എൻ ജംഗ്ഷൻ നടക്കില്ല. കാരണം എന്താണ്? അവിടെ മൈക്രോമീറ്റർ റേഞ്ചിലാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അതിനെ ഓവർകം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസിന് ഈ ജംഗ്ഷന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ടണൽ ഡയോഡിന് അതിന്റെ ആവശ്യമില്ല. ടണൽ ഡയോഡ് എന്താ ചെയ്യുന്നേ? അതായത് കാരിയേഴ്സിനെ ലൈറ്റിന്റെ സ്പീഡിൽ അതുവഴി പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം നാനോ റേഞ്ചിലാണ് അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടണലിംഗ്. എന്താണ് ടണലിംഗ് എന്ന് പറയുന്നത്? അതായത് പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് കാരിയേഴ്സ് അതുവഴി പെനട്രേറ്റ് ചെയ്ത് പോകുന്നത് വഴി പറയുന്ന പേരാണ് എന്ത്? ഈ ടണലിംഗ് എന്ന് പറയുന്നത്. മറ്റ് കേസിൽ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ എന്താണ്? അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? എക്സ്ട്രാ എനർജി നമ്മൾ കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ജെർമേനിയം ആകാം. ഇതൊരു സെമി കണ്ടക്ടർ ആണ്, സെമി കണ്ടക്ടർ ആറ്റം ആണ്. ദെൻ സെമി കണ്ടക്ടർ കോമ്പൗണ്ട്സും വരാം. ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞൊരു സെമി കണ്ടക്ടർ കോമ്പൗണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് സിലിക്കൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് സിലിക്കൺ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്താണ്? ടണൽ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത് ജെർമേനിയം അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് ആണ്. ദെൻ
ടണൽ ഡയോഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ടണൽ ഡയോഡിന്റെ സിമ്പല് ഇങ്ങനെ ഒരു സിമ്പൽ കാണിക്കാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്സിൽ. ഇവിടെ ടി എന്നിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഇവിടെ കാണില്ല, പകരം ഇവിടെ ടി എന്ന് മാർക്ക് ചെയ്തിട്ടും ടണൽ ഡയോഡ്സിനെ റെപ്രസെന്റ് ചെയ്യാറ് ഉണ്ട്. സെനർ ഡയോഡ് ആണെങ്കിൽ ഇസഡ് പോലെയാണ്, ടണൽ ഡയോഡ് ആണെങ്കിൽ ഇവിടെ ടി പോലെ മാർക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയും ടണൽ ഡയോഡിന്റെ സിമ്പല് മാർക്ക് ചെയ്യാറുണ്ട്. ദെൻ ടണൽ ഡയോഡിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് നമ്മൾ നോക്കിക്കേ, നമ്മൾ ഇത് ഫോർവേഡ് ബയാസിംഗിൽ എന്താ സംഭവിക്കും നോക്കാം. റിവേഴ്സ് ബയാസിംഗിലോട് ശ്രദ്ധിച്ചു നോക്കിക്കേ. റിവേഴ്സ് ബയാസിംഗിൽ എങ്ങനെയാണ്, കറണ്ട് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, കറണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് നോർമൽ ഒരു കണ്ടക്ടർ പോലെയാണ് റിവേഴ്സ് ബയാസിംഗിൽ ഇത് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രത്യേകത നോക്കിക്കേ. അതായത് VP എന്നുള്ള ഈ പോയിന്റ് വരെ എന്താ സംഭവിക്കുന്നത്, അതൊരു നോർമൽ കണ്ടക്ടറിന്റെ കൂട്ട് ആക്ട് ചെയ്യുന്നു. അതായത് വോൾട്ടേജ് കൂടുന്നു, അപ്പൊ കറണ്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഏത് പോയിന്റ് വരെ, IP എന്നുള്ള പോയിന്റ് വരെ. മനസ്സിലായല്ലോ. അതായത് VP വരെ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ആക്ട്സ് ആസ് എ കണ്ടക്ടർ, നോർമൽ കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്, സാധാരണ പോലെ തന്നെ അത് ഓംസ് ലോ ഒബേ ചെയ്തുകൊണ്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. എന്നാൽ VPക്ക് ശേഷം എന്താ സംഭവിക്കുന്നത്, ഫോർവേഡ് ബയാസിംഗ് കൂട്ടുമ്പോഴത്തേക്കുടനെ എന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, ഇനി ഈ VPന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ജെർമേനിയം ആണെങ്കിൽ അത് 65 മില്ലി വോൾട്ടും ഗാലിയം ആർസനൈഡ് ആണെങ്കിൽ 160 മില്ലി വോൾട്ടും ഒക്കെയാണ് എന്ത് ഈ VP എന്നുള്ള ഈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് VP എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് മില്ലി വോൾട്ട് റേഞ്ചിലാണ്. അതായത് നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണണമെങ്കിൽ മില്ലി വോൾട്ട് റേഞ്ചിൽ നോക്കിയാലേ നമുക്ക് എന്ത് കാണാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, നോർമൽ കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി VPയിൽ നിന്ന് വീണ്ടും ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. അതായത് VPയിൽ നിന്ന് VV എന്നുള്ള ഈ പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, കറണ്ട് ശരിക്കും പറഞ്ഞാൽ കൂടുവല്ല വേണ്ടിയിരുന്നത്. ഓംസ് ലോ ഒബേ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, വോൾട്ടേജ് കൂടുമ്പോൾ ഉടനെ കറണ്ട് എന്ത് ചെയ്യണമായിരുന്നു, കൂടണമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു, VPയിൽ നിന്ന് VVയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കറണ്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. ആ ഒരു റീജിയന് പറയുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഈ ഒരു റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അതായത് VP എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് VV എന്നുള്ള ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു, IP എന്നുള്ള പോയിന്റിൽ നിന്ന് IV എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. ഇത് IV ആണ്. അപ്പോ VP എന്നുള്ള പോയിന്റിൽ നിന്ന് VV എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ കറണ്ട് IP എന്നുള്ള വാല്യൂവിൽ നിന്ന് IV എന്ന വാല്യൂവിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. കാരണം റെസിസ്റ്റൻസ് വെച്ച മീനിങ് എന്തായിരുന്നു, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടണമായിരുന്നു. V/I എന്ന് പറഞ്ഞാണ് നമ്മൾ റെസിസ്റ്റൻസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ആ നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. വോൾട്ടേജ് കൂടുമ്പോൾ ഉടനെ കറണ്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇനിയും അതിനുശേഷം ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ഡയോഡ് ഒരു സാധാരണ ഡയോഡ് പോലെ ആക്ട് ചെയ്യും. ഈ VVയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ജെർമേനിയത്തിന്റെ നോർമൽ അതിന്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 0.3 വോൾട്ട് ഒക്കെ വരും. അറൌണ്ട് ആ ഒരു 0.3 വോൾട്ട് ആണ് ഈ സാധാരണ ഒരു ഡയോഡ് പോലെ ഈ ടണൽ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ VP എന്നുള്ള പോയിന്റ് അത് എത്രയായിരുന്നു, 65 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 150 മില്ലി വോൾട്ട് ഒക്കെയാണ്. ആ 150 മില്ലി വോൾട്ടിനും ഒരു 0.3 വോൾട്ടിനും ഇടയ്ക്കാണ് ഈ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഏതൊരു ഡിവൈസിൽ ഉണ്ടെങ്കിലും നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എക്സിബിറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ഡിവൈസസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടണൽ ഡയോഡ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ UJT എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഡിവൈസസ് ഉണ്ട് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഡിവൈസസിനൊക്കെ കോമൺ ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ട് ആസ് ആൻ ഓസിലേറ്റർ. ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ഒരു AC സിഗ്നൽ കിട്ടുന്നതിന് പറഞ്ഞ പേരാണ് ഒരു വേവ് ജനറേറ്റ് ചെയ്യും ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഉള്ള ഡിവൈസസ്. അപ്പൊ ടണൽ ഡയോഡും ഉറപ്പായിട്ടും അത് ആക്ട് ചെയ്യും. ഇനി ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ I എന്നുള്ള ഒരു കറണ്ട് വാല്യൂവിന് 3 ഡിഫറെന്റ് വോൾട്ടേജസ് കാണിക്കുന്നുണ്ട്. അതായത് I എന്നുള്ള ഈ ഒരു വാല്യൂവിന്
V1 എന്നുള്ള വോൾട്ടേജ് വാല്യൂ ഉണ്ട്, V2 എന്നുള്ള വോൾട്ടേജ് വാല്യൂ ഉണ്ട്, V3 എന്നുള്ള വോൾട്ടേജ് വാല്യൂ ഉണ്ട്. ഇതിന് പറഞ്ഞ പേരാണ് ട്രിപ്പിൾ വാല്യൂഡ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂസ് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് സർക്യൂട്ട്സിൽ നമുക്കറിയാം 0 വോൾട്ട് ആണെങ്കിൽ ലോജിക് 0 എന്ന് കാണിക്കും, അല്ലെങ്കിൽ 5 വോൾട്ട് ആണെങ്കിൽ ലോജിക് 1 എന്ന് കാണിക്കും. അങ്ങനെ ഒന്നിൽ കൂടുതൽ വാല്യൂസ്, വോൾട്ടേജ് വാല്യൂസ് സെയിം കറണ്ടിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊരു മെമ്മറി ഡിവൈസ് ആയിട്ട്, ഡിജിറ്റൽ ഡിവൈസ് ആയിട്ട് ഈ ടണൽ ഡയോഡ് ആക്ട് ചെയ്യും. അപ്പൊ നമുക്കത് നോക്കാം എന്താന്നുള്ളത്. ദെൻ ഇതിന്റെ റിവേഴ്സ് ബയാസിംഗിൽ എന്താണ്, ഒരു സാധാരണ കണ്ടക്ടർ പോലെ തന്നെ അത് ആക്ട് ചെയ്യുന്നു. അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉടനെ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉടനെ എന്ത് സംഭവിക്കുന്നു, റിവേഴ്സ് കറണ്ടും കൂടുന്നു. I എന്നുള്ള ഈ വാല്യൂവിന് 3 വാല്യൂസ് V1, V2, V3, ദാറ്റ് ഈസ് ട്രിപ്പിൾ വാല്യൂഡ് ആണ്. Then നെഗറ്റീവ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ഫോർവേഡ് വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ഫോർവേഡ് കറണ്ട്. ഒരു നെഗറ്റീവ് സൈൻ എക്സിബിറ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ ഉടനെ എന്താ സംഭവിക്കുന്നത്, കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ohm to 200 ohm ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ടണൽ ഡയോഡിന്റെ പാരാമീറ്റേഴ്സ് മറ്റൊന്നാണ് IP/IV വാല്യൂ, അല്ലെങ്കിൽ പീക്ക് കറണ്ട് ടു വാലി കറണ്ട്. പീക്ക് കറണ്ട് ടു വാലി കറണ്ട് എന്ന് പറയുന്നത് ജെർമേനിയം ആണെങ്കിൽ 6 ആണ്, ഗാലിയം ആർസനൈഡ് ആണെങ്കിൽ 10 ആണ്. പക്ഷേ നമ്മൾ സിലിക്കൺ യൂസ് ചെയ്യുവാണെങ്കിൽ അത് 3 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് സിലിക്കൺ ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യാത്തത്. IP/IV വാല്യൂ അതിന് കുറവാണ്. IP/IV വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്കതിന്റെ സ്പീഡ് സ്വിച്ചിങ് കൂടും. അതുകൊണ്ട് ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസിലാണ് ഇത് ഈ ടണൽ ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് സ്വിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ ആക്കുക, ഓഫ് ആക്കുക. ഹൈ സ്പീഡിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ചില സർക്യൂട്ട്സ് നമുക്ക് അങ്ങനത്തെ സ്വിച്ചിങ് ഡിവൈസ് നമുക്ക് ആവശ്യം വരും. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ജിഗാഹെർട്സ് റേഞ്ചിലോ അല്ലെങ്കിൽ മെഗാഹെർട്സ് റേഞ്ചിലോ ഒക്കെ ആണെങ്കിൽ നോർമൽ ഡയോഡ് അത് ഓണും ഓഫും കാണിക്കില്ല. അപ്പോൾ ടണൽ ഡയോഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതാണ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. റെസിസ്റ്റൻസ്, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോണ്ടാക്ട്സ് കാരണം, ദെൻ ഇൻഡക്റ്റൻസ് കാരണം, അതിന്റെ ലെങ്ത് കാരണം, ദെൻ അവിടുത്തെ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ആണ് ഈ സി എന്ന് പറയുന്നത്. ദെൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് RLC. അപ്പൊ ഇത് എന്താണ്, ഒരു ഓസിലേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഓസിലേറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്റൻസും ഒക്കെയാണ്. അപ്പോൾ അത് ഓസിലേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസിൽ ഇത് യൂസ് ചെയ്യുന്നു ടണൽ ഡയോഡ്. കാരണം നോർമൽ PN ജംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഓൺ ആക്കി ഓഫ് ആക്കുമ്പോഴത്തേക്ക് ഉടനെ ഫോർവേഡ് ബയാസിംഗിൽ നിന്ന് റിവേഴ്സ് ബയാസിംഗിലേക്ക് പോകുമ്പോൾ ഉടനെ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ടണൽ ഡയോഡിന് അങ്ങനെ പ്രശ്നങ്ങളില്ല. ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ലോജിക് മെമ്മറി, അതായത് ഒരു കറണ്ട് വാല്യൂവിന് 3 ഡിഫറെന്റ് വോൾട്ടേജസ്. അപ്പോൾ 3 ഡിഫറെന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 0 വോൾട്ട് 5 വോൾട്ട് എന്ന് പറയുന്നത് ലോജിക് 0, ലോജിക് 1 എന്ന് നമ്മൾ പറയില്ലേ. അപ്പം 2 വോൾട്ടേജ് വാല്യൂസ് അവിടെ കണ്ടില്ലേ. അപ്പൊ അതൊരു മെമ്മറി ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് 1, 0 എന്നൊക്കെ പറയാം, 1, 0, 1, 1 എന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ. അപ്പോൾ ലോജിക് മെമ്മറി സ്റ്റോറേജ് ഡിവൈസിൽ ഈ ടണൽ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ കണ്ടു. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു മൈക്രോവേവ് ഓസിലേറ്റർ ആയിട്ട് 10 GHz നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനുസോയിഡൽ അല്ലാത്ത ഔട്ട്പുട്ട്സ് കാണിക്കും ഇത്. അതായത് നോൺ സൈനുസോയിഡൽ ഔട്ട്പുട്ട്സ് ആയിരിക്കും ഈ ടണൽ ഡയോഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിന് കാരണം ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ള മറ്റ് ഡിവൈസസ് ഒന്ന് നോക്കിയാൽ മതി. UJT അതുപോലെയുള്ള ഡിവൈസസിലൊക്കെ ഈ റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ ഡിവൈസസിനൊക്കെ സാധിക്കും. So thank you. We will discuss more about other special purpose diodes in the next class. So thank you. Stay happy. Bye.